ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ടിഫിൻ ഐഡിയാസ് ആയിട്ടാണ്. ഇത് കുട്ടികൾക്ക് വെറൈറ്റിയിൽ ഇടയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ റെസിപ്പീസാണ്. ബ്രെഡ് പിസയും ഷെഷ്വാൻ ചിക്കൻ റാപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 1 കപ്പ് ക്യാബേജും 1/2 കപ്പ് സവാളയും കുറച്ച് ക്യാപ്സിക്കം എടുക്കുക. ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇടുക. ക്യാപ്സിക്കം ഇടണ്ട, അത് മാറ്റി വെക്കുക. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. 120 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കി മുറിക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ഇട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള റാപ്പ് ഷീറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയിലോ പിറ്റ ബ്രെഡിലോ എന്ത് വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം. ഇതിനെ ഫ്രീസറിൽ വെച്ച് തന്നുകൊണ്ട് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തവയിലിട്ടേക്കുന്നത്. നമുക്ക് 2 സൈഡും ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റാപ്പ് ചെയ്യാം. ആദ്യമായിട്ട് റാപ്പ് ഷീറ്റ് വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയോണൈസ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഷെഷ്വാൻ ചട്നി അപ്ലൈ ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ച സാലഡ് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കവും ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ ഒരു സോസാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തവ ബ്രെഡ് പിസയാണ്. ആദ്യമായിട്ട് ഒരു തവയിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ. ബട്ടർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബ്രെഡ് വെച്ച് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിസ്സ സോസ് അപ്ലൈ ചെയ്യാം. ഷ്രെഡ് ചെയ്ത് വെച്ച മൊസറല്ല ചീസിൽ നിന്നും കുറച്ചെടുത്ത് ബ്രെഡിലേക്ക് ഇടുക. ഇനി ചോപ്പ് ചെയ്ത് വെച്ച കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ആദ്യമായിട്ട് ഇതിലേക്ക് സവാളയാണ് ഞാൻ ഇടുന്നത്. ഇനി ക്യാപ്സിക്കം ഇട്ടുകൊടുക്കാം. ഞാനിവിടെ റെഡും ഗ്രീനും യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ടൊമാറ്റോ എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ബാക്കി ഷ്രെഡ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മൊസറല്ല ചീസ് എന്തോരം വേണോ അതിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇനി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇടുന്നുണ്ട്. കുട്ടികൾക്ക് എരിവ് ആവശ്യമില്ലെങ്കിൽ അത് വേണ്ട, അത് ഓപ്ഷണലാണ്. ചീസ് മെൽറ്റ് ആവാനുള്ള അത്യാവശ്യം ചൂട് പാനിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് കവർ ചെയ്ത് ഇത് ചീസ് മെൽറ്റ് ചെയ്യണ വരെയും കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം.
കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ വെറൈറ്റിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.